നല്ലൊരു ഉഴുന്നുവട ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ കാണാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതിന് ഫസ്റ്റ് കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം അത് ഒന്ന് ആട്ടി ഗ്രൈൻഡറിലൊന്ന് ആട്ടി എടുക്കണേ. അതിന് ശേഷം നമ്മൾ ഈ ലെവലിൽ നമ്മൾ അത് മിക്സാക്കി വെക്കണം. പിന്നെ നമ്മൾക്ക് കുറച്ച് ഉള്ളി, മുളക് ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കണേ. എന്നിട്ട് നമ്മളതിൽ മിക്സാക്കി കൊടുക്കണം. ഇതിലൊരു കാര്യം മറന്നിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ കുറച്ച് കരിവേപ്പിലയും വേണമെങ്കിൽ ചില ആൾക്കാർ മല്ലിയിലയും കൂടെ ഇടുവേ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പിടാൻ മറക്കരുതേ. ഉപ്പ് ഇതിൽ ഇടുന്നത് കാണിക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പിടാനും കൂടെ നിങ്ങൾ മറക്കരുത്. ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മിക്സാക്കി എടുക്കണം. അതോ ഇതേപോലെ. എന്നിട്ട് നമ്മളൊരു ചീഞ്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഓയിൽ നല്ല രീതിക്ക് ചൂടാവണം. നല്ല രീതിക്ക് ചൂടായിട്ടില്ലെങ്കിൽ നമുക്കിത് എണ്ണ പിടിക്കും. അപ്പോൾ നല്ല രീതിക്ക് ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കണേ. അതിന് മുന്നേ കൈ നമ്മളൊന്ന് ഒരു ഗ്ലാസ്സിൽ ചെറിയ വെള്ളം കുറച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നനച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഉഴുന്ന് നമ്മളെ കയ്യിൽ ഒട്ടാതെ പോരാനായിട്ട് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യുവേ. അപ്പം അങ്ങനെ എടുക്കുന്നതാവും കുറച്ച് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ല എണ്ണ ചൂടാവണേ, അത് ശ്രദ്ധിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. കുരുമുളക് ഇടാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓർത്ത് വെച്ച് പിന്നെയാണ് കുരുമുളക് നമ്മൾ ഇടുന്നത്. കുരുമുളകാണ് കേട്ടോ ഇതിൽ നല്ലൊരു ടേസ്റ്റ് തരുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കുരുമുളക് കടിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. കുരുമുളക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കണമെങ്കിൽ വെള്ളം നമ്മൾ മാവാട്ടുമ്പോൾ വെള്ളം കുറച്ച് കുറവാവണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ലൊരു ബ്രൗണിഷ് കളറിലാവണേ. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അല്ലാതെ യെല്ലോ കളറൊന്നും ആകുമ്പോൾ എടുക്കരുത്. അപ്പോൾ ഉള്ളിൽ വേവ് കുറവാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.